ഗൈസ്, നിങ്ങളൊരു ചായപ്രിയരാണോ? ചായപ്രിയരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എവിടെയാണെന്ന് അറിയാം, നമ്മളെ കണിയാർകണ്ടത്തിന് പുത്തൂരിന് ഇടയിൽ ഒരു ചായ സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാന്നാ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വാ ഗൈസ്. ഞാൻ പറഞ്ഞ ചായ സ്പോട്ട് ഇവിടെ കേട്ടോ. കുളത്തക്കരയും മാനുപുരവും പുത്തൂരും ഉള്ളവർക്ക് നന്നായിട്ട് ഈ സ്പോട്ട് അറിയാൻ പറ്റും. പോയിട്ടുണ്ടാവും എല്ലാവരും, എന്നാലും ഞാനും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടിപൊളി ചായ കേട്ടോ. പിന്നെ ചായക്കടകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ പോയപ്പം കുറച്ചൊക്കെ കഴിഞ്ഞു. നല്ല അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ പിന്നെ ഓപ്പൺ ആയിട്ട്. അപ്പം എന്തായാലും ചായയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പോവാം. അടിപൊളി സ്പോട്ടാട്ടോ. ഇങ്ങനെ ഇരുന്നൊരു വൈബൊക്കെ ആട്ടോ. ഈ മുളേൻ്റെ കീഴിൽ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാനും പിന്നെ റോഡൊക്കെ ഇങ്ങനെ കാണാം, വണ്ടിയൊക്കെ പോകുന്നത് കാണാം. ചെറിയൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. എന്തായാലും പോകാത്തൊരു പോകും. ഞങ്ങൾ അൽഫാമും കുബൂസും പറഞ്ഞു കേട്ടോ. കിച്ചുവിന് അത് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേറെ എണ്ണക്കടികളൊന്നും എടുത്തില്ല. അത് വന്ന ഉടനെ ഇപ്പം ഞങ്ങളത് കഴിച്ച് നോക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. പക്ഷേ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. മസാലയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം. നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് കഴിച്ചതുകൊണ്ട് പല പല ടേസ്റ്റ് ആയിരിക്കും ഓരോ സ്ഥലത്ത്. എന്തായാലും ഇത് നോക്കാം, കഴിച്ച് നോക്കാം. ഇത് കണ്ടിട്ട് തന്നെ നന്നായിട്ടുണ്ട്, അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. കഴിച്ചപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. വീട്ടിലുണ്ടാക്കുന്ന മസാല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അടിപൊളി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചായയും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഇത് പിന്നെ എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പോയി കഴിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സ്പോട്ടും പിന്നെ നല്ലൊരു വൈബൊക്കെ തോന്നി. ഈ മോളെ എൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ഇത് തോന്നി. മഴയൊക്കെ പെയ്താൽ കുറച്ചുകൂടെ അടിപൊളിയാവും. അപ്പോൾ എന്തായാലും എല്ലാവരും പോവുക.